ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ വളരെ സന്തോഷവതിയായി അബിയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് അബിയോട് കാര്യങ്ങൾ പറയാണ്. അബി, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെയാണ് ഇനി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന അബി ലാപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരിക്കും. എന്താ അമ്മ പറഞ്ഞു വരുന്നത്? അതെ, ആ നവ്യക്കുള്ള ഉഗ്രം പണി തന്നെ ഈ വീട്ടിൽ നിന്നും ഒരാൾ കൊടുക്കുന്നുണ്ട്. എന്തിനാ അമ്മ വെറുതെ ഓരോന്ന് പറയുന്നത്? നമ്മൾ എന്തെല്ലാം നോക്കി, എന്നിട്ട് അവൾക്ക് അതൊന്നും കിട്ടിയില്ലല്ലോ. അത് കേട്ട ഉടനെ തന്നെ പറയാണ്, അതെ, ആ അനാമികയും അനാമികയുടെ അമ്മയെ ഇവിടെയിട്ട് നവ്യ നെട്ടോട്ടം ഓടിച്ചു. അതുകൊണ്ട് തന്നെ അവർ ശിക്ഷ നൽകാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്ത് ശിക്ഷ? നമ്മൾ എന്താ പറയുന്നത്? അതെ, നിൻ്റെ കുഞ്ഞില്ലേ, അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ്, നമ്മൾ കളയാൻ നോക്കിയ ആ കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ കളയാൻ പോകുന്നു എന്ന് പറയാനിട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന അബിക്ക് ഒത്തിരി സന്തോഷമാണ്. എന്താ അമ്മ ഈ പറയുന്നത്? സത്യം തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാനാവുമോ? തീർച്ചയായും വിശ്വസിക്കാം. എന്നാൽ നീ ഇനി ചെയ്യേണ്ട കാര്യം, അവളെ ഇനി സ്നേഹിക്കണം. അതെന്തിനാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത്? എടാ, നീ അവളെ സ്നേഹിച്ച് അവൾക്ക് സ്നേഹമുണ്ടെന്ന് തോന്നണം. അങ്ങനെയൊന്നും വിശ്വസിക്കുന്നവളല്ല നവ്യ. അവൾ അഭിനയിക്കുകയാണെന്ന് പറയും. അവൾ അങ്ങനെ പറഞ്ഞാലൊരു കുഴപ്പമില്ല. നീ എന്തായാലും അവളെ സ്നേഹിച്ചേക്ക്, സ്നേഹിക്കുന്ന രൂപത്തിൽ പെരുമാറിയേക്ക്. തീർച്ചയായും ഇവിടെ അനാമികയും അനാമികയുടെ അമ്മയും അവളുടെ കുഞ്ഞിനെ കളയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് കേൾക്കുന്ന അഭി പറയാണ്, ഞാൻ അവളെ സ്നേഹിച്ചോളാം. സ്നേഹിച്ചിട്ട് പിന്നെ അതും ബാക്കിയായി കുഞ്ഞും പോയില്ലെങ്കിൽ അതെനിക്ക് വലിയ നിരാശയാവട്ടോ. എന്തായാലും ഞാൻ ഇതിനെ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഈ കുഞ്ഞ് പോയിരിക്കണമെന്ന് പറയും കേട്ടോ. അതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ജലജ ഒന്ന് നോക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം നവ്യ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ കളയുന്ന സമയമായിരിക്കും. അപ്പോൾ അഭി അത് വാങ്ങിയിട്ട്, ഞാൻ നിനക്ക് വായിലിട്ട് തരാൻ വേണ്ട, ഞാൻ കഴിച്ചോളാം, നീ ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട, അത് കുഴപ്പമില്ല, ഞാൻ കുരു കളഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കുമ്പോൾ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാനായിട്ടാ. അതെന്താ, ഒരു ഓറഞ്ച് നിനക്ക് വായിൽ വെച്ച് തരാൻ പാടില്ലേ? എൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിൽ കിടക്കുന്നത്. അത് കേട്ടോടെ തന്നെ ആ ഒരു തോന്നൽ ഇന്നേ വരെ നിനക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാനായിട്ടോ. ഇത് നിൻ്റെ അഭിനയമായോ ആണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിലും നീ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇനിയിപ്പോൾ നീ അങ്ങനെ പറഞ്ഞാലേ എനിക്കൊരു കുഴപ്പമില്ല. ഇതിൻ്റെ അഭിനയമൊന്നുമല്ല. ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇന്ന് ഞാൻ ഈ മലക്ക് മാലയിടുമ്പോഴാണ് എനിക്ക് ആ വെളിവുണ്ടായത്. എൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിൽ. എൻ്റെ കുഞ്ഞിന് വേണ്ടി, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ മല ചവിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തായാലും നീ മാറിയെങ്കിൽ അത് സന്തോഷം എന്ന് പറയും കേട്ടോ. ഇതേ സമയം അഭി പറയാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സാധനം എന്താണ്? എനിക്കെന്തിഷ്ടം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എന്നാലും നീ എപ്പോഴും പറയാറില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിറവേറണമെന്ന്. അത് നാളെ ഞാൻ നിറവേറ്റിത്തരും. എന്ത്? എനിക്ക് 10 പവൻ തരല്ലോ. ഇപ്പോഴും നിൻ്റെ സ്വർണ്ണത്തോടുള്ള ആർത്തി നിന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ സ്വർണ്ണത്തോടുള്ള ആർത്തി? അത് കേട്ടോടെ തന്നെ പിന്നെ ഞാൻ എന്ത് പറയണം? അല്ല, നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലേ? തീർച്ചയായും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിൽ പോകാൻ. നീ വെറുതെ എന്നെ കൊതിപ്പിക്കുകയാണോ? അത് കേട്ടോടെ തന്നെ നാളെ നിൻ്റെ വീട്ടിൽ തീർച്ചയായും ഞാനും നീയും ഒരുമിച്ച് പോയിരിക്കും. അത് കേൾക്കുന്ന നവ്യ പറയണേ, എന്തായാലും ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുന്നില്ല. നീ പറയുന്നത് സത്യമാണെങ്കിൽ നാളെ പോവാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ ഇരുന്ന് നീയും ഒത്തൊരു ഭക്ഷണം കഴിക്കുന്നത്. അത് നീ സാധിപ്പിച്ചതാണ്. നല്ല ഓക്കെ, അപ്പം ഞാൻ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ, തീർച്ചയായും ഞാനത് സാധിപ്പിക്കും. ഞാൻ ഈ മാല ഇട്ടിരിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ്, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നവ്യയെ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ നവ്യ പറയണം, മാലയിട്ടാണ് നീ സ്വാമിയാണ്, അതിനനുസരിച്ച് നിൽക്കുകയെന്ന് പറയാനിട്ടാ. എന്നാൽ ഈ സമയം ഇതങ്ങ് പറഞ്ഞു പോകുന്നു. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആദർശ് തന്നെ കൈകളിൽ കോരിയെടുത്ത് ആദർശിൻ്റെ പിറകെ ബൈക്കിൽ ഇങ്ങനെ തൊട്ടുരുമ്പി യാത്ര പോയതൊക്കെ ആദർശനും നയനയ്ക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെ 2 പേർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. 2 പേരും ആ വേർപിരിയൽ വല്ലാതെ അങ്ങ് മനസ്സിന് വേദനയാക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനിയാണ് കാണിക്കുന്നത്. അനി തൻ്റെ കവിത ഇങ്ങനെ എഴുതുമ്പോൾ, എടാ നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് എഴുതിക്കോ. ഇന്ന് ഇവിടെ ആ നവ്യ എന്ന് പറയുന്നവൾ, ആ ഏട്ടത്തി എന്ന് പറയുന്നവൾ എന്നെ ഇവിടെ ഇട്ട് ഓടിച്ചത് നീ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. എന്നിട്ട് നീ എന്താ ചോദ്യം ചെയ്യാതെ ഇരുന്നത്? ഞാൻ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഓരോ പരിപാടിയും ചോദ്യം ചെയ്യുന്ന ഏർപ്പാട് പണ്ടേ എനിക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പം എന്നെയും എൻ്റെ അമ്മയും അവൾ ഇവിടെ ഇട്ട് ഓടിച്ചത് നീ ഓർക്കുന്നു, നീ കാണുന്നില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ, പണ്ട് നിൻ്റെ സ്വഭാവമായിരുന്നു നവ്യടത്തേക്ക്. അതുകൊണ്ട് അവരുടെ സ്വഭാവം വിശ്വസിക്കാൻ പറ്റില്ല, നിൻ്റെ സ്വഭാവം വിശ്വസിക്കാൻ പറ്റില്ല. ആരാണ് ഇതിൽ സത്യത്തിൽ കള്ളം പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ചോദിക്കാനും പറയാനൊന്നുമില്ല. അല്ലെങ്കിലും നീ ചോദിക്കില്ലടാ, പെണ്ണുങ്ങളല്ലടാ, നിൻ്റെ ഭാര്യയടാ ഞാൻ. അതെനിക്ക് തോന്നിയിട്ടില്ല. ഭാര്യയാണെന്ന് തോന്നൽ വരണമെന്നെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും
എന്നെ സ്നേഹിക്കാത്ത ആ മുട്ടച്ചിയെ സ്നേഹിക്കുന്ന നിന്നോട് ഞാനെന്ത് പറയാം? അത് നീ പറയുന്നത് ശരിയാണ്. അവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഒരിക്കലും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. നീയല്ലേ എന്നെ ഇടിച്ചു കയറി ഇങ്ങോട്ടേക്ക് സ്നേഹിച്ചത് എന്ന് നീ തിരിച്ചടിച്ച് പറയുമ്പോൾ, എടാ നീ ഇങ്ങനെ സമാധാനത്തിൽ കിടന്നടാ. അവളെ നീ എന്നെ ഇട്ട് പാഠം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എന്നുണ്ടെങ്കിൽ നാളെ രാത്രിയോടുകൂടി അവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കുമെന്ന് പറയാനേട്ടോ. പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയായി. അനാമികയും അവളുടെ അമ്മയും കൂടി നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി വന്ന് നിർത്താനിട്ടോ. അത് അനാമികയുടെ അച്ഛൻ വേണുവായിരിക്കും. മോളെ എന്ന് പറയുമ്പോൾ അവരെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി എങ്ങനെ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കാനേട്ടോ. അതെ, ഞാൻ ആ പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരൊറ്റ ഡോസ് അവൾക്ക് അങ്ങ് കൊടുത്താൽ മതി. രാത്രി നയന അവൾക്ക് പാല് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊഴിച്ചു കൊടുത്താൽ മതി. ഇത് ചെന്ന് കഴിഞ്ഞാൽ അവൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവളുടെ വയറ്റിലുള്ള കുഞ്ഞങ്ങ് പോവും. പിന്നെ ഇല്ലാത്തവരാണെങ്കിൽ വേദന കൊണ്ട് സഞ്ചാരം അടങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ. ഇതേ സമയം രേവതി പറയണേ, അവരെ രണ്ടുപേരും കണ്ണും കൈയും കാലൊക്കെ പുറത്തോട്ട് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഇനി അടുത്ത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്തായാലും തന്ത്രപൂർവ്വം ചെയ്യണം. ഇവിടെ നയന ആ പാല് കൊടുക്കുമ്പോൾ അതിലൊഴിക്കണം. എന്നിട്ട് നയനയാണ് കുറ്റക്കാരി എന്ന് വരുത്തി തീർക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം അച്ഛാ എന്ന് പറയണിട്ടോ. ഇതേ സമയം വേണു പറയാൻ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആ പലിശക്കാരനില്ലേ, അയാൾക്ക് പണം കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് നിൻ്റെ സ്വർണം കൊണ്ട് ഇനിയും അയാൾക്ക് പണം കൊടുക്കാനുണ്ട്. ഇനിയും പലിശ ചോദിച്ച് അയാൾ വരുമ്പോഴേക്കും നീ നിൻ്റെ സ്വർണം തരുന്നെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റുവെച്ചാൽ എന്നെ ഇട്ട് ഓടിച്ചവളെ ആദ്യം ഒന്ന് തുരത്തട്ടെ, എന്നിട്ട് മതി ബാക്കിയെന്ന് പറയാനിട്ടാ. പിന്നീട് നവ്യയാണ് കാണിക്കുന്നത്. നവ്യ പോവാനായിട്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം അഭി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നീ ഒരു സ്വാമിയല്ലടാ, നീ എന്തായി കാണിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ നിന്നെ കണ്ടാൽ എൻ്റെ കൺട്രോൾ പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആ സ്വാമി ആണെങ്കിൽ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തരണം ചെയ്തിട്ട് വേണം 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് മല ചവിട്ടാനെന്ന് നിനക്കറിയില്ലേ? അതൊക്കെ ശരിയാണ്, എങ്കിലും നിന്നെ കാണുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അല്ല, നീ എൻ്റെ അമ്മായിയമ്മയെ കണ്ടോ? കണ്ടു. അല്ല, അമ്മായിയമ്മയെ കാണുമ്പോൾ നിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നറിയാൻ വേണ്ടിയാണ്. അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ മാറില്ല, ആരെ കണ്ടാലും ഇതെൻ്റെ ആത്മാർത്ഥ സ്നേഹമാണ്. നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അതൊക്കെ കേട്ട് നവ്യക്ക് വലിയൊരു വിശ്വാസമില്ലെങ്കിലും ചെറിയൊരു സമാധാനമാവാൻ കേട്ടോ. ഇതേ സമയം പെട്ടെന്ന് പോവാൻ നോക്കും, നമുക്ക് പോവാം. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ നയനയും ആദർശേട്ടനും ടൂറ് പോകാൻ ഒരുങ്ങിയതായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവർ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ മലക്ക് മാലയിടയിലൊക്കെ ചെയ്തു കൂട്ടിയത്. എന്തായാലും അതുപോലെ എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്താ മോളെ, ഇന്ന് ഒരു ദിവസം ഫുള്ള് നമ്മൾ പുറത്താണ്. നിൻ്റെ വീട്ടിൽ പോയ ബാക്കിയെല്ലാം അതൊന്നും നടക്കില്ലല്ലോ. അമ്പലവും മാലയും വ്രതമൊക്കെ ആയി നടക്കുന്ന നീ എങ്ങനെ എന്നെയും കൊണ്ട് പുറത്ത്? അത് കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തേക്ക് നിനക്ക് ഞാൻ മാറ്റി വെക്കുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ നവ്യ ആശയക്കുഴപ്പത്തിലാവാൻ കേട്ടോ. എന്നല്ലടി, നിൻ്റെ കുഞ്ഞ് പോട്ടടി, ഇന്ന് രാത്രിയോടുകൂടി നിൻ്റെ കുഞ്ഞ് പോവല്ലോ, അതാണ് എനിക്ക് കാണേണ്ടതെന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം നവ്യ ഇങ്ങനെ ചിന്തിക്കുന്ന ഇവൻ്റെ ഈ മാറ്റം അത് ശരിക്കും ദൈവമേ കറക്റ്റ് ആവണേ, എന്നെ സങ്കടപ്പെടുത്തുന്നതാവരുതേ എന്നിങ്ങനെ നവ്യ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. ഇതേ സമയം തൻ്റെ അമ്മയുടെ അടുത്തോട്ട് അഭി ഓടിച്ചെല്ലാണ്. അവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, അവളെ സ്നേഹിക്കുന്ന രൂപത്തിൽ പെരുമാറിയിട്ടുണ്ട്. അത് കേൾക്കുന്ന ജലജ പറയണം, ആ ശരി, നീ അവളെ അങ്ങനെ തന്നെ വേണം, എല്ലാവർക്കിടയിലും അവളെ സ്നേഹിക്കുന്ന എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടാക്കണം. അത് ഞാൻ അവളുടെ വീട്ടിലോട്ട് ഇന്ന് പോവാണ്. അപ്പോൾ ഉടനെ പോയിക്കോ, പക്ഷേ അതൊക്കെ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആ അനാമികയുടെ അമ്മയും കൂടി ഉറപ്പാക്കും എന്നുള്ളതാണ്. എന്നാൽ ഞാൻ അമ്മയെ ഒരു കാര്യം പറയട്ടെ, ഈ അനാമികയുടെ അമ്മയാണ് കുഞ്ഞ് കളയുന്നതെങ്കിൽ അവരുടെ പേരിൽ കുറ്റം ചാർത്തുന്നതിനേക്കാൾ നല്ലത് പാല് കൊണ്ടു കൊടുക്കുന്ന നയനയല്ലേ, നയനയുടെ പേരിലല്ലേ ആദ്യം കുറ്റം ചാർത്തുന്നത്. ആദ്യം ഇവിടെ നിന്ന് തുരത്തേണ്ടത് അവൾമാരെ രണ്ടുപേരെയാണ്, നവ്യയും നയനയും. അവരെ കൊണ്ടാണ് ഇവിടെ വലിയ ബുദ്ധിമുട്ട്. പിന്നെയില്ല അവരൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തേലും ആവാം, ആദ്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയണേട്ടോ. പിന്നീടാണെങ്കിൽ ദേവയാനി വീണു. ദേവയാനി അവശ്യ നിലയിലായി. ദേവയാനിക്കൊന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല. ദേവയാനി ഇങ്ങനെ തളർന്നു കിടക്കാണ്. അപ്പോഴങ്ങോട്ടേക്ക് ജയനും ആദർശവും ഇളയച്ചനും അനിയും എല്ലാവരും വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണേ, എന്താ അമ്മ ഇങ്ങനെ കിടക്കുന്നത്? എന്തോ എനിക്ക് സുഖമില്ല, തല വല്ലാതെ പെരിക്കുന്നത് പോലെ. അത് കേട്ട ഉടൻ തന്നെ അങ്ങോട്ടേക്ക് നയന വരികയാണ്. അപ്പോൾ എന്നാ അമ്മ ഹോസ്പിറ്റലിലോട്ട് പോവാം എന്ന് പറയണേ. അപ്പോഴേക്കും ഇളയച്ചൻ പറയണേ, ഇന്നലെ രാവിലെ മുതൽ ഏട്ടത്തിക്ക് സുഖമില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്, നല്ല വരൾച്ചയുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയാണ്, ഇല്ല, അത് ഇന്നലെ അമ്പലത്തിൽ പോകാൻ നേരത്തെ കുളിച്ചത് കൊണ്ട് അതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറയണേ, അച്ഛാ ഇന്ന് രാവിലെ ചായ കൊടുത്തിട്ട് അമ്മ കുടിച്ചില്ല, അത് കുടിക്കാതിരുന്ന ഒന്നുമല്ല, നീ ഇട്ട ചായ കൊണ്ടാണ് ഞാൻ കുടിക്കാതിരുന്നത്. അത് കേൾക്കുന്ന ആദർശം ഒന്ന് ഞെട്ടുന്നു കേട്ടോ.
ഇതേ സമയം ദേവയാനിയോട് ദേവൻ പറയണേ ഇനി വായോ, ഫുൾ ചെക്കപ്പ് ഒന്ന് നടത്താൻ, നമുക്ക് എന്താണ് നിൻ്റെ പ്രശ്നം എന്നറിയാം. ഇത് കേട്ട ദേവയാനി പറയണേ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, എൻ്റെ പ്രശ്നം എൻ്റെ മനസ്സിനാണ്, എൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് വല്യമ്മ ഇന്നലെ മുതൽ വല്യമ്മക്ക് ഓരോരോ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, വല്യമ്മയെയും കൊണ്ട് ഡോക്ടറെ അടുത്തോട്ട് പോവാ എന്ന് പറയണേട്ടോ. അങ്ങനെ ആദർശം നയനയും സങ്കടത്തിലാവാണ്. ദേവയാനി വീഴുമ്പോൾ അവർക്ക് രണ്ടാൾക്കും വിഷമമാവുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.